നമ്മുടെ ഈ ഒരു കേരളത്തില് ഇതിന് പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു കേരളത്തെ നാണം കെടുത്താൻ വേണ്ടി വീണ്ടും ഒരു ലവ് ജിഹാദ് കഥ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ തിരക്കഥ എഴുതിയത് മുൻ IPS ഓഫീസറും NDA സ്ഥാനാർത്ഥിയുമായ R ശ്രീലകയാണെന്ന് മാത്രം. പ്രസ്താവന നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞില്ല. അതിനിടയിലാണ് ദേവർഷോല അബ്ദുസ്സലാം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 850 യുവതിയുവാക്കളുടെ സമൂഹ വിവാഹം നടന്ന വാർത്ത വരുന്നത്. ട്വിസ്റ്റ് അതല്ല, ഇതിൽ 34 വിവാഹങ്ങളും ഹിന്ദു സഹോദരങ്ങളുടെ ആയിരുന്നു. വർഗീയ കണ്ണട വെച്ച് മാത്രം നോക്കുന്നവർക്ക് ഇതിൽ ലവ് ജിഹാദ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ അവിടെയാണ് കേരളം മാതൃകയാകുന്നത്. ആ 34 പേരുടെയും കല്യാണം നടന്നത് ഏതെങ്കിലും മുസ്ലിം പള്ളിയിലല്ല, പകരം മാരിയമ്മൻ കോവിലിലാണ്. അതും ഹൈന്ദവ ആചാരപ്രകാരം. കേരളത്തെയും കേരളത്തിലെ മനുഷ്യരെയും തെറ്റിദ്ധരിച്ചവരോട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കാരണം ഇവിടെ പട്ടിണി മാറ്റാനും ജീവിതം പടുത്തുയർത്താനും ജാതിയും മതവും നോക്കാത്ത മനുഷ്യരുണ്ട് എന്നതാണ് സത്യം. വിദ്വേഷം വിൽക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കും ഈ നാടിനെ തകർക്കാനാവില്ലെന്ന ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം.